just pull up when it hurts. Why, why? അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ കാർലോ ആൻസലോട്ടിയെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും റിയൽ മാഡ്രിഡിൻ്റെ കരിയർ മോഡാണ്. ഒരിക്കലും അല്ല. അതങ്ങനെ കുറേ പേര് ചെയ്യുന്നതല്ലേ. നമ്മളിതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ എടുക്കുകയാണ്. ഐ ലീഗിൻ്റെ കരിയർ മോഡാണ്. ഇപ്പോൾ പെസ് 2021 അവർ ചോദിക്കുന്ന എങ്കിലും എടുക്കാൻ നോക്കി. എന്തായാലും 6ാമതാണ് അവർ ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 6ാമത്. നമ്മൾ പറയുന്ന വെച്ചാൽ ഐ ലീഗ് ആരും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഗോകുലം കേരള FC ഐ ലീഗ് കളിപ്പിച്ച് പിന്നെ ISL കയറ്റി ഏറ്റവും വലിയൊരു ക്ലബ്ബാക്കുക എന്നതാണ് നോക്കുന്നത്. ഐ ലീഗിലോട്ട് കയറുമെന്ന് ISL കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. കറക്റ്റ് ഈ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ചെയ്തു നോക്കാം. ആദ്യം എന്തായാലും ഐ ലീഗിൽ കപ്പടിപ്പിക്കണം. ഗോകുലം കേരള FC ഇപ്പോൾ അടിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ നോക്കി ഞാൻ ക്ലബിൻ്റെ റേഞ്ച് നോക്കി എല്ലാം ഒരേ രീതിയിൽ എല്ലാ ക്ലബ്ബുകളും. അതുകൊണ്ടാണ് ഞാൻ ഗോകുലം കേരള FC തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതുവരെ കണ്ട് ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. കുറേ നാളായി ചാനൽ വീഡിയോ ഇട്ടിട്ട് കണ്ടൻറ്റൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതാകുമ്പോൾ കണ്ടൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. 2-3 കളിയാണ് കാണത്തുള്ളൂ. കളിക്കുന്നത് ഒരു കളിയും കുറേ സ്കിപ്പിങ്ങും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കരിയർ മോഡ് തുടങ്ങിയിട്ടുണ്ട്. മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ട്രെയിനിങ് കോച്ച് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. സ്കൗട്ടിങ് ആക്ടിവിറ്റീസ്, ഫണ്ട് മാനേജ് ചെയ്തത്. ഓക്കെ, പിന്നെ മാനേജ്മെന്റ് കരിയറിൽ ഒരു ഏജന്റ് ഉണ്ടാവും. നമുക്കത് ഈ മാസം കാര്യങ്ങൾ മെയിൻ ഷെഡ്യൂൾ ഫ്രം ജാനുവരി മെയിൻ ഷെഡ്യൂൾസ് അതൊക്കെയാണ് നമുക്ക് ആദ്യം കാണിക്കുന്നത്. പിന്നെ കളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് കളിയിലേക്ക്. അതായത് ട്രാൻസ്ഫറിൻ്റെ ആദ്യത്തെ ദിവസമാണ്. നമുക്ക് എന്തായാലും നെഗോസിയേഷൻസിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അത് നോക്കണം. എന്നിട്ട് ഇന്നെന്തായാലും ഫസ്റ്റത്തെ ഒരു കളിയും കുറച്ച് നെഗോസിയേഷൻസ് അതൊക്കെ ആയിരിക്കും.
അപ്പൊ നിങ്ങളിപ്പോ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സാലറി ബഡ്ജറ്റ് അവർ ഇത്ര കാണിച്ചിരിക്കുന്നത് 2400 രൂപയാണ് സാലറി ബഡ്ജറ്റ്. നമുക്ക് അതിൽ നിന്ന് ടീം നോക്കാം, എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യേണ്ടത്. ഗെയിം പ്ലാൻ എടുത്തോക്കാം. ഗെയിം പ്ലാൻ ഓക്കെ, ഒരു ഡീസന്റ് ടീമാണ്. സബൊക്കെ കുറവാണ്. നമുക്ക് ക്യാപ്റ്റനായിട്ട് ഓരോ പ്ലേയേഴ്സിനെ തൽക്കാലം ഇൻഫോർമേഷൻ പോകണം. നമ്മളെന്തായാലും അവിടെ പറഞ്ഞു വെച്ച് പോയി കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ പോയിട്ട് കാര്യമില്ല. നമുക്ക് വേറൊരു ഫോർമേഷൻ ട്രൈ ചെയ്യാം. ലോങ് ബോൾ കൗണ്ടർ കൗണ്ടർ സ്റ്റാറ്റ്സ് നോക്കിയാലോ. കൗണ്ടർ നമുക്ക് നോക്കാതെ കൗണ്ടർ നോക്കാം. കൗണ്ടർ നോക്കാം. നമ്മളെ ലെഫ്റ്റ് വിങ്ങിന് കൗണ്ടർ ആണല്ലോ. കൗണ്ടർ പോവാം. ഇനി നമ്മളെന്തായാലും എല്ലാ പ്ലേയേഴ്സിനും ചാൻസ് കൊടുക്കണം. റൈറ്റ് വിങ്ങില് അതിൽ നല്ലത് റാഷിദ് അവനാണ്. GMF ഓക്കെ, നമുക്കിത് തൽക്കാലം വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് തോന്നുന്നത് എന്തായാലും ഒരു ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടൊന്ന് നോക്കണം. ഓപ്ഷൻസ് പാട്ടെല്ലാം ക്ലാസ്സിലാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് പാട്ട് എഴുതില്ല. അപ്പം നമുക്ക് ചിലപ്പോൾ വ്യക്തത മനസ്സിലാവും നമ്മൾ ഞാൻ പറയുന്നതൊക്കെയാണ് നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഗെയിം പ്ലാൻ നോക്കിയപ്പോൾ ഒരു DMF നമുക്ക് വേണം. നമ്മൾ പുതിയൊരു സിസ്റ്റമിലേക്ക് എൻ്റർ ചെയ്യുമ്പം അവരുടെ DMF മോശമാണ്. പിന്നെ റൈറ്റ് വിങ് ഫോർവേഡ്, പിന്നെ ഒരു AMF. ഇത് മൂന്നാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത്. പിന്നെ എല്ലാം കുഴപ്പമില്ലെന്ന് തോന്നുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പം ഇത് മൂന്നും നമുക്കൊന്ന് മാറ്റാം. ഇത് ഐ ലീഗാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ പറയുന്നത്. ഓക്കെ, സ്കൗട്ടർ റിപ്പോർട്ട് വന്നത് ആ മെസ്സേജ് ഒന്നും അതിൻ്റെ വേണ്ട. നമുക്ക് ആദ്യം യൂട്യൂബിൽ നോക്കാം. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ നല്ല, അതായത് 72 റേറ്റഡ് ഗോൾ കീപ്പർ, 35 വയസ്സ്. എന്തായാലും ആളിപ്പോൾ സൈൻ ചെയ്യണ്ട, വെച്ചിട്ട് പയ്യെ സൈൻ ചെയ്യാം. 49 റേറ്റഡ് DMF പോരാ. പക്ഷേ CMF ഉള്ളതാണ് കേട്ടോ, ബിൽഡപ്പ് CMF. 20 വയസ്സുള്ള 66 റേറ്റ്. എന്തായാലും ഒരു വർഷം കൂടി അവിടെ നിൽക്കട്ടെ. AMF 69 റേറ്റ് ഒരു AMF ഉണ്ട്. ലെഫ്റ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് വിങ് ആണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ആളെ സൈൻ ചെയ്തേനെ. ഇപ്പൊ ഈ കാണുന്ന ഒരാൾ 17 വയസ്സുള്ള 69 റേറ്റഡ് ആളെ നോക്കണം. 72 റേറ്റഡ് CB ആളെ നോക്കണം. ഈ DMF ആരും ഇല്ലെന്ന് തോന്നുന്നു. DMF ഇല്ല. ഒരു DMF, പിന്നെ ഇതിനകത്തുള്ള റൈറ്റ് വിങ് ഫോർവേഡ് നമ്മളിപ്പം
വേണ്ടെന്ന് പറയുമ്പോൾ DMF, റൈറ്റ് വിങ് ഫോർവേഡ്, AMF. അപ്പം അത് മൂന്നും അതിനകത്ത് നിന്ന് 2 എണ്ണം നമുക്ക് സിമ്പിളായിട്ട് തന്നെ യൂത്ത് ടീമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് യൂത്ത് ടീമിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യാം. ഗോൾ കീപ്പർ നമുക്കിപ്പോൾ വേണ്ട, കാരണം നമുക്കുള്ള ഗോൾ കീപ്പറിന് നമുക്ക് മതി. 35 വയസ്സുണ്ട്, പ്രായം കൂടുതലാണ്, അതുകൊണ്ടാണ്. അല്ല, റൈറ്റ് വിങ് ഫോർവേഡ് 69 റേറ്റഡ് പ്ലെയർ നമ്മളാളെ സൈൻ ചെയ്യാണ്. ശരിയാണ്. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. നമുക്ക് വീക്ക്ലി ബഡ്ജറ്റ് ആകപ്പാട് 5000 രൂപയുള്ളൂ, നമുക്ക് അതെടുക്കാൻ പറ്റത്തില്ല. അപ്പം വേണമെന്ന് പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യാനും പ്ലേയേഴ്സ് ഇല്ലല്ലോ. എന്താ ചെയ്യുക? അപ്പം ഒന്ന് കുറച്ചിട്ടൊന്ന് വില കുറച്ചാൽ മാത്രം ചോദിച്ചോക്കാം. നമുക്ക് അത്യാവശ്യം നല്ല DMF ആണ്. ബട്ട് റൈറ്റ് വിങ് ഫോർവേഡ് അപ്പം നമുക്കിപ്പോൾ ചെയ്യാനാകാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരാളെ മാത്രമേ സൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റ സാലറി ബഡ്ജറ്റില്ല. ട്രാൻസ്ഫർ ബഡ്ജറ്റ് 3 മില്യൺ വന്നിട്ട് അത് സാലറി ബഡ്ജറ്റ് 2000 രൂപ തന്നെയാണ്, ഡോളറാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം നമുക്ക് തൽക്കാലം DMF മാത്രം നമുക്ക് സൈൻ ചെയ്യാം. DMF 68 റേറ്റഡ് DMF ഉണ്ട്. ഓക്കെ, ഇപ്പോൾ 68 റേറ്റഡ് DMF ഉണ്ട്. അപ്പം നമ്മുടെ DMFിൻ്റെ മാക്സിമം റേറ്റിംഗ് എത്രയാണെന്ന് നോക്കട്ടെ. ഒരാൾ 58, 60, മാക്സിമം 60. അപ്പം നമുക്ക് DMFിനെ മാത്രം സൈൻ ചെയ്യാം. നമുക്ക് ഡിഫൻസിന് സ്റ്റെബിലിറ്റി വിടാൻ വേണ്ടി 68 റേറ്റഡ് DMF ആളെ മാത്രം സൈൻ ചെയ്യാം. നമുക്ക് ലോൺ എടുക്കണ്ട എന്തായാലും. 1000 രൂപയാണ് അവരുടെ സാലറി ബഡ്ജറ്റ് പറയുന്നത്. റേറ്റഡും ഉണ്ട്, 68 ഉണ്ട്. 66 കാരണം നമുക്ക് അതാകുമ്പോൾ നമുക്ക് സാലറി ബഡ്ജറ്റിന് പറ്റും. അപ്പോൾ ആളെ മാത്രം നമുക്ക് സൈൻ ചെയ്യാം. വേറെ ആരും നമുക്കിപ്പോൾ വേണ്ട, വേറെ ആരും നമുക്ക് സൈൻ ചെയ്യാൻ കാശില്ല. അപ്പോൾ നമുക്ക് ടൈം അഡ്വാൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മാച്ചസ് മാനേജറായിട്ടുള്ള ഫസ്റ്റ് മാച്ച് നമ്മൾ കളിക്കാനൊക്കെയാണ് പ്രസ് കോൺഫറൻസ്. ഓക്കെ, നമ്മൾ സൈൻ ചെയ്ത പ്ലെയർ ആൾ വന്നിട്ടുണ്ട്. ഇതില് അപ്പം എനിക്കിങ്ങനെ താറപ്പാട് നെഗറ്റീവായിട്ട് തോന്നുന്നത് കാർലോ ആൻസലോട്ടി നമ്മുടെ സ്പോർട്ടിംഗ് മാനേജർ മനസ്സിലാവില്ല. ഫസ്റ്റ് അപ്പം നമ്മുടെ ആളെ, അതായത് നമ്മുടെ ടീമിലുണ്ടായിരുന്ന എന്തുകൊണ്ടാ ഇത്ര ആരെയും വിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് പ്ലെയേഴ്സ് ഞങ്ങൾക്ക് പോലും ഇല്ല, തികയുന്നില്ല. അപ്പോൾ ആൾക്കാരെ വിൽക്കുന്നതും കൂടി ആകുമ്പോൾ പാടാവും. ആൾ വന്നിട്ടുണ്ട് 66 റേറ്റഡ്. എന്തായാലും ആളെ സബിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. തൽക്കാലം മാച്ച് തുടങ്ങാം. ഒരു മാച്ച് ഫസ്റ്റ് മാച്ചാണ് ഞാൻ കളിക്കുകയാണ്. അപ്പം ഈ മാച്ചിനെ കുറച്ച് കട്സിനൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് കാണാം.
കിക്ക് ഓഫ് മാച്ച്, ഫസ്റ്റ് മാച്ച്. അതുകൊണ്ട് നമുക്കത് കളിക്കാം. ഓക്കെ, എൻ്റെ യോജിക്കൊന്നുമില്ല, ഞാൻ കീബോർഡിൽ തന്നെ ചെയ്യുകയാണ്. അതുകൊണ്ട് ചെറുതായിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഞാൻ റെഗുലറാണ് ഇട്ടേക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ കളി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ കളി എതാണ് കിട്ടാണ്. ഓക്കെ, അപ്പം മാച്ച് ടൈമിൽ ഞാൻ മൈക്ക് ഓൺ ആക്കുന്നില്ല. Well, it is that special time of the year where starts as equals. Far back in the distance, memories of last season, positions and points tallies on the last day, that's all now irrelevant. It is all about the ultimate prize that lies a long way ahead. That buoyant feeling is here. New start, fresh hope. Get the season off to a flyer. The fans are believing. So age for the players to take to here ahead of such an important game. Everybody waiting to get the season underway. Everybody equal on the start line. Yes, Peter, and I believe that year on year the game is going from strength to strength. It's impossible for that not to happen because of the increasing wealth. That attracts the best talent and management and, of course, greater expectation. The boundaries have to continue being stretched and to the limit. Supporters have an appetite to want more excitement and entertainment, so let the show begin. So it's down to business here. Gamba Osaka are another team that have been in the media spotlight just recently, and with good reason. They have rung the changes. Yeah, and you get the feeling that they're still very much on a learning curve, so it'll be interesting to see just how much they've managed to absorb in pre-season. ഞാൻ ആ ബോള് പിടിക്കാൻ എത്താൻ നേരെ എടുക്കുന്നു. ചിലപ്പം ലക്കം Just brushed off the ball there. That's just very well played. He can hurt you with his back to goal, and he didn't go for the back heel. He's left his man. How about a shot? Going for goal. Decent enough try. That's a little unfortunate. He had a lot of people worried then. Poorly directed kick from the keeper. He's given it away. Tries to get it forward quickly. That's the throw. And it's played forward. Hoists it high. Timely intervention. Yet another to add to football's endless list of could-haves and should-haves. Quality deserted them when they really needed it. Gamba Osaka still to register a shot on target. Well, the defence got the better of him this time, but I'm sure he'll go again. Gets it upfield. Plays it out to the wing. That is terrific skill.
great strength, too strong for his opponent. Defenders on the back foot. It's come loose. Going through. Well, it seems as if he's just had a momentary lapse and slipped into tunnel vision, because he had good options around him and he failed to get his head up. Good challenge, he just stood firm. Hoists it forward, out to the right. Gets wrestled off the ball. Oh, he's Spain, and the shot! And it's a goal! And Kashima Antlers take the lead. Well, that always looked the likely outcome. Well, it's pretty damning on the part of that defence, Peter, that he was allowed so much time and space. But I think you have to give credit where it's due, and it was a brilliant set-up and finish. Kashima Antlers take the lead. Yeah, and they know there's plenty of work left in this one, Peter, before they can actually say that the job is over. Gets a good foot in there. And that'll be the last act of the first half. Well, there we are, off they go for half-time. The breakthrough did indeed come in the first half, but there has only been that one goal. It is very, very tight. Not the most convincing of displays. They could certainly do much better than this. They'll want to keep things simple, build up their confidence and not rush into mistakes. Well, the action has already resumed here. Well, I'm sure the managers talk the talk, and now it's time for these players to walk the walk and deliver a rousing response to a rousing team talk. Forward it goes. It's come through. He's had a shot. Oh, that is rather wayward. ഷോട്ട് കറക്റ്റായില്ല ഷോട്ട് കറക്റ്റായില്ല. സബ്മിഷൻ നമ്മൾ ചെയ്തിട്ടുള്ളൂ, സ്ട്രൈക്കാണ് മാറ്റി. DMF നേരത്തെ നമ്മൾ കൊണ്ടുവന്ന ആൾ തന്നെ ആയി, ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് തോന്നുന്നത് നമ്മുടെ ഡിഫൻസിൽ. Time for a change in personnel. That's a good ball to find him. Bit of an appeal, but nothing doing. നല്ലൊരു ക്രോസ് ആയിരുന്നു, ബട്ട് അവൻ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഫിനിഷ് ചെയ്താൽ നമുക്ക് ഈ ഒരു ടൈമിൽ Gamba Osaka still this single goal behind. It's a loose ball. ഓക്കെ, നമ്മൾ ബോൾ തിരിച്ചിട്ടുണ്ട്. And it's played forward. ഓക്കെ, ഫസ്റ്റ് ടൈം പാസ്. ഓക്കെ ഓക്കെ ഓക്കെ, Good running with the ball. Can they build on it? Cuts out in the nick of time. Well, it's good stuff. This is better. Jim, there's not too much subtlety or sophistication about this. It really is a question of needs must. Spot on, Peter. Chance to break. Hoists it forward. Okay. Peter, we can only applaud that quality of tackle in the circumstances. It was probably goal-saving. And it's been taken straight back. Gamba Osaka still with this narrow deficit to chase as the time ticks away.
ഒന്ന് ഓടി പിടിക്കാൻ Keeper's got good distance on that. Tries to get it forward quickly. Well, no question as to who's winning the battle in midfield at the moment. Some very impressive pressing in place here. There's a real appetite from them to finally put this game to bed, but will they? ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അല്ല പാസ് ജോയിസിക്കലല്ലാത്തതുകൊണ്ട് പിടിച്ചിട്ടുണ്ട്. Plays it out to the flank. More than the referee's awarded a free kick. Yeah. Keep calm and carry on. That's the job in a nutshell now. Finds himself eased off the ball. That's offside. Yes, it is. Well, it remains to be seen whether they can come up with that little bit of class to rescue this situation, and it needs to be any time now, really. Looks to clip it forward. Big chance! And this is getting better and better. Oh, a goal of real quality. He made it look ridiculously easy. You've got to love that. Concentration, conviction, contact, and sheer class. Kashima Antlers could not have picked a better time to snatch a 2-goal lead. Is there still time for a response? Yeah, looks very much like the final nail in the coffin for me, I have to say. And that's that. Gamba Osaka have tripped at the first hurdle here. Nothing to show yet, but plenty of time to recover. How would you summarise what we've seen today then, Jim? Well, what a disappointing way to start a new campaign. All that pre-season grafting in building up to this and the points. ISL പോലും കുറച്ച് ടീമുകളുണ്ട്, ഇതിലും കൂടുതൽ ടീമുണ്ട്. പിന്നെ കാര്യം ഇത് പുതിയ വർഷമല്ല, അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിങ് ആയിരിക്കും. ഓക്കെ, അതായത് ടൗൺ ക്ലാസ് പഞ്ചാബ് ഇപ്പോഴും ഇതിനകത്ത് തന്നെ ആയിരിക്കും, അങ്ങനെ അവസ്ഥയൊക്കെ ഉണ്ടാവും. പണി കിട്ടി ഗൈസ്. അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പറ്റുന്നില്ല, അതായത് എന്താ പറയുക, ഒക്കെ തന്നെ അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്, അതാ കുഴപ്പം. ഞങ്ങൾക്ക് പ്ലെയേഴ്സ് ഇല്ല ഇങ്ങനെ കൊടുക്കാനായിട്ട്, മനസ്സിലാക്കി കുറച്ച് നെഗോസിയേഷൻ വരുന്നു. തൽക്കാലം കൊള്ളാം, മുഹമ്മദ് റാഫിക്ക് ഇഞ്ചറി, പിന്നെ കുഴപ്പമില്ല, നമ്മളെ മെയിൻ സ്റ്റാർട്ടപ്പിലായിട്ടില്ല, അത് കുഴപ്പമില്ല. എന്തായാലും ആള് നല്ലൊരു പ്ലെയർ ആയിരുന്നു. നമുക്ക് ഇനി ടൈം അഡ്വാൻസ് ചെയ്യാം. നെക്സ്റ്റ് കളി നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്ത് നോക്കാം, ജയിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. നമുക്ക് സ്കിപ്പ് ചെയ്ത് നോക്കാം. ജയിക്കണേ തോറ്റി ഗൈസ്, അടുത്ത 2 തോൽവി. ഇനി സ്കിപ്പ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. ഇനി ഒരു 2 ഗെയിം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ കളിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ, പിന്നെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ട്രാൻസ്ഫർ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം. എവിടെയാണ് കുഴപ്പം?
അവർക്ക് എന്തോ ഒരു അതൊന്നും അതില്ല. മുഹമ്മദ് നവാൽ 7 ലക്ഷം രൂപ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ മുഹമ്മദ് നവാൽ വിട്ടാൽ നമുക്കിപ്പോൾ വേറെ ഡിഫൻഡർ ഇല്ല. ഇന്നില്ലേ നമ്മുടെ യൂത്ത് ടീമിലെ ഡിഫൻഡേഴ്സിനെ നോക്കട്ടെ. ഓക്കെ, യൂത്ത് ടീമിൽ 72 ഡിഫൻഡർ ഉണ്ട്. 7000 രൂപയാണ് ആളുടെ സാലറി ബഡ്ജറ്റ്. നവാലിനെ വിറ്റ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമോ എന്ന് അറിയത്തില്ല. അതാണ് കുഴപ്പം. നമുക്ക് നവാലിനെ വെക്കാൻ ഇനി ഇല്ലെങ്കിൽ തന്നെ വേറെ 3 ഡിഫൻഡേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ വെച്ച് നമുക്ക് ചെയ്യാം. നവാലിനെ വിറ്റു. ഷോ ഞാൻ മാറിപ്പോയി, ബട്ടൺ നെക്കിയത് മാറിപ്പോയി. നമ്മളത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രാൻസ്ഫർ നവാലിനെ വിട്ടിട്ടില്ല. ഓക്കെ, ബട്ടൺ മാറിപ്പോയി. റാഫിയ വന്നിട്ടുണ്ട് തിരിച്ച്. ഇങ്ങനെ റാഫിയ ഉണ്ട്, കുഴപ്പമില്ല. റൗണ്ടർസ് വെച്ചാൽ വാർക്കോയിൻ്റെ വരുന്നതെന്ന് നോക്കണം. അത് ഞാൻ 4 മണിക്കൂർ സ്കിപ്പ് ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മാച്ച് കളിക്കാം. ഒരു മാച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ആ വരുന്ന ആളാരാന്ന് നോക്കിയിട്ട്. ഓക്കെ, എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കണം. ഓക്കെ, ഒരു കട്ടിയാണ്. ഓക്കെ, AMF ആണ് നമ്മൾ വിൽക്കാൻ. കുഴപ്പമില്ല, നമ്മൾ വിൽക്കാം. കുറച്ച് പൈസ വേണ്ടല്ല, ഉള്ളതാവട്ടെ. ഓക്കെ, അടുത്തൊരു കട്ടി. നമ്മൾ നേരത്തെ നോക്കിയപ്പം നമ്മുടെ സ്ട്രൈക്കർ പാട്രിക്കിന് ഒന്ന് ഓഫർ വന്നാണ്. അല്ല, കരിയർ മാറും. RB ലൈപ്സിഗാണ്. ഇപ്പം നമ്മൾ വിടുന്നില്ല. ഓഫർ പ്രൊജക്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തരാം ആളാ. ഇപ്പം തരത്തില്ല. $3 മില്യൺ ആയിരുന്നു അവർ ഓഫർ ചെയ്തത്. ഇപ്പം തരാൻ പറ്റില്ല, കാരണമുണ്ട്. എനിക്കൊന്ന് റൈറ്റ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ റൈറ്റ് വിങ് ഫോർവേഡിൻ്റെ ഒരു അപാകതയാവാനാണ് സാധ്യത. ആളെ മാറ്റി ഇടാൻ പറ്റിയ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 1000 രൂപയാണ് നമുക്ക് ആകെപ്പാടുള്ള ഒരു ബഡ്ജറ്റ്. അതൊന്നും വിറ്റാൽ പോലും നമുക്ക് അത്ര ബഡ്ജറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് വില കൊടുത്തിട്ടാണ് ഏറ്റവും കുറഞ്ഞ റൈറ്റ് വിങ് ഫോർവേഡ് ഭയങ്കര വില കേസ്. എന്തായാലും ഈ സീസൺ ഇങ്ങനെ പോട്ട് അടുത്ത സീസൺ നമ്മൾ പിടിച്ചിരിക്കും. അങ്ങനെ കൊടുക്കാം. 1 മണിക്കൂർ സ്കിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നുമില്ല, 1 മണിക്കൂർ. ഓക്കെ, എന്തോ നെഗോസിയേഷൻ വന്നിട്ട് നമ്മൾ നോക്കാം. നമ്മളെ ടീമിൽ നിന്ന് ഒരാൾ പോകാൻ. പാട്രിക്കിന് അടുത്ത ഓഫർ. നമ്മുടെ അടുത്ത് നേരത്തെ കളിച്ച ക്ലബ്ബ്, നമ്മളെ തോപ്പിച്ച ക്ലബ്ബ് പാട്രിക്കിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നില്ല. പാട്രിക്കിനെ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല. നമുക്ക് വേറെ സ്ട്രൈക്കർ ഇല്ല. ഓക്കെ, ടൈം പിന്നെ ഒരു ഹവർ കൂടി ചെയ്യാം. നമ്മൾ അടുത്ത ദിവസത്തിലുള്ള ആരും വന്നിട്ടില്ല. ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേ അവസാനിച്ചു. ഓക്കെ, ട്രാൻസ്ഫർ അവസാനത്തെ ഒരു കളിയാണ് ഇത്. ഞാൻ എന്താ പറയുക, സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ഇതും കൂടി സ്കിപ്പ് ചെയ്ത് നമ്മൾ നിർത്താം. നെഗോഷിയേഷൻ അവസാനം എന്ത് പറഞ്ഞു. സ്കൗട്ടിങ്, നമ്മുടെ സ്കൗട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്.
സ്കൗട്ടിങ്ങൊന്നും പ്രതീക്ഷയില്ല. ഈ മാച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിർത്താം. മൂന്നാമത്തെ തോൽവി അടുപ്പിച്ച് മിക്കവാറും നമ്മുടെ ഇപ്പം തന്നെ ഓരോന്ന് പറയും ഇറങ്ങി പൊയ്ക്കുമെന്ന് പറയും. ആണ് നമ്മുടെ ഇറങ്ങി പോകുന്ന കാര്യം പറയാൻ വേണ്ടി അവർ വന്നത്. 3 കളി അടുപ്പിച്ച് തോൽക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇതുവരെ കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പം എന്തായാലും ഞാൻ ഇന്ത്യയോടുള്ള ഒരു മത്സരം, അടുത്ത മത്സരം അത് ഞാൻ കളിക്കും. വീഡിയോയിൽ ഇടുന്നില്ല, ഞാൻ കളിച്ച് അവർ മാനേജറിനെ നോക്കി നമ്മൾ ഈ കളിയെങ്കിലും ജയിക്കണം ഗൈസ്, ഇല്ലെങ്കിൽ സീനാവും. അവിടെ നമ്മൾ ജയിക്കണം. ഓക്കെ ഞാൻ എന്തായാലും കളിക്കും, ജയിക്കും, നമ്മൾ കളിച്ചു നോക്കും. ശരി എന്നാ ഗൈസ്. അപ്പം see you in the next video, next episode. Okay.